ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റാർട്ട് ചെയ്താൽ ഈ കോൺഫ്ലെക്സ് കഴിച്ചിട്ടാണ് കേട്ടോ. ഞാൻ കോയമ്പത്തൂരുടെ ദിവസം എൻ്റെ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് തന്നെയായിരിക്കും മിക്ക ദിവസങ്ങളും. എനിക്ക് ഇഡ്ഡലി വട ദോശ വേണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷേ കിട്ടി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ എന്തായാലും കഴിക്കും കേട്ടോ. പിന്നെ ഇത്തിരി വയ്യാണ്ട് കൂടി ഇരിക്കുകയാണ്, കണ്ണിലെ കുരുവൊക്കെ വന്നിട്ട്. അപ്പോൾ ഞാൻ രാവിലെ പോയി മേലൊക്കെ കഴുകി വന്ന് ചൂടോടത് കുടിക്കുകയാണ് കേട്ടോ. അത് കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ വേറെ അങ്ങോട്ട് ഫില്ലായി. പിന്നെ ഉച്ചയ്ക്ക് വന്നിട്ട് ഞാൻ വെജ് പുലാവും അതുപോലെ പൊട്ടറ്റോ ഫ്രൈ ആണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. ഉണ്ടാക്കാൻ ഭയങ്കര ഈസി ആയതുകൊണ്ട് ഉണ്ടാക്കി വെച്ചതാണിത്. പിന്നെ മാങ്ങ കൂടെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ഉച്ചയ്ക്ക് എന്തെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ലഞ്ചിൻ്റെ കൂടെ മാങ്ങയോ തണ്ണിമത്തനോ പൈനാപ്പിളോ എന്തെങ്കിലും കഴിക്കാറുണ്ട്. പക്ഷേ ഇതൊക്കെ കഴിച്ചിട്ട് എൻ്റെ വിശപ്പ് മാറിയില്ല എന്നുള്ളതാണ് ഒരു സത്യം. പിന്നെ ഞാനൊരു റോബസ്റ്റ് കൂടി എടുത്ത് കഴിച്ചു. ഇത് റോബസ്റ്റൊക്കെ വന്നിട്ട് യെല്ലോ കളറാണ് കേട്ടോ, പക്ഷേ നമ്മുടെ നാട്ടിലത്തെ റോബസ്റ്റിൻ്റെ കാട്ടിയും നല്ല മധുരമാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. ഇതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന വിചാരിച്ചില്ല. ഒരു 4 മണിയപ്പോൾ എനിക്ക് പിന്നെ വിശന്നപ്പോൾ ഞാൻ പോയിട്ട് ഒരു സബർജലി കൂടി കട്ട് ചെയ്ത് കഴിച്ചു. വിശപ്പ് എൻ്റെ ലൈഫിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു വില്ലനായി മാറിയിരിക്കുകയാണ്. തോന്നുന്ന സമയത്തൊക്കെ കയറി വരുന്നു. ഈവനിങ് ഏട്ടൻ വന്നപ്പോൾ ഞാൻ പോപ്കോണും ഗ്രീൻ ടീ ഉണ്ടാക്കി കൊടുത്തു. എൻ്റെ പേരും പറഞ്ഞ് ഞാനാണ് ഈ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ഇടയ്ക്കൊക്കെ മതി കഴിക്കാനായിട്ട് നോക്കുന്നുണ്ട്. അങ്ങനെ അതും കൂടി കഴിച്ച് കഴിഞ്ഞപ്പോൾ അവസാനിക്കുന്നു വിചാരിച്ചു. ഇല്ല, ഈവനിങ് ഓൾറെഡി എല്ലാ ഫുഡും ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ഞാൻ കുറച്ച് കഴിച്ചു, പിന്നെ ഏട്ടന് ബാക്കി കൊടുത്തു. പിന്നെ പഴം അതുപോലെ തന്നെ സബർജലിയും കൂടി അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇന്നത്തെ യുദ്ധം ഞാനങ്ങ് അവസാനിപ്പിച്ചു.